നമസ്കാരം. 2020 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, പാകിസ്ഥാൻ്റെ സ്ഥാനം എത്രയാണ്, മറ്റ് രാജ്യങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ എത്രയാണ്, എത്രത്തോളം വേരിയേഷൻസ് വന്നിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ 2006 ആദ്യമായിട്ട് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്ത 2 ഏജൻസികളാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ഒരു US ബേസ്ഡ് ഏജൻസിയായ ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IFPRI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ജർമ്മനി ബേസ്ഡ് ഒരു NGOയുമായ വെൽത്ത് ഹങ്കർ ലൈഫ് എന്ന് പറയുന്ന ഒരു ഏജൻസിയും കൂടെ ചേർന്നിട്ടാണ്, ഈ 2 ഏജൻസി ചേർന്നിട്ടാണ് 2006 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 2007 ഒരു അയർലൻഡ് ബേസ്ഡ് NGOയും കൂടെ ഇതിൻ്റെ ഒരു കോ പബ്ലിഷറായി മാറി. ആ NGOയുടെ പേരാണ് കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഐറിഷ് NGOയാണ് 2007 ഇതിലെ കോ പബ്ലിഷറായി മാറിയത്. അതിനുശേഷം 2018 അമേരിക്കൻ ബേസ്ഡ് ഏജൻസി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അതിനുശേഷം പിന്നെ 2 ഏജൻസീസ് വെൽത്ത് ഹങ്കർ ലൈഫും അതുപോലെ തന്നെ കൺസേൺ വേൾഡ് വൈഡും, ഈ 2 ഏജൻസിയാണ് പിന്നെ അതിനുശേഷം 2018 മുതൽ ഇന്ന് വരെ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട 2 ഏജൻസിയാണ്, ഒന്ന് വെൽത്ത് ഹങ്കർ ലൈഫും അതുപോലെ തന്നെ കൺസേൺ വേൾഡ് വൈഡും. ഓക്കെ, ഈ 2 ഏജൻസീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനപ്പെട്ട 4 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയയാണ് അണ്ടർ നൗറിഷ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോഷകക്കുറവ് എന്ന് പറയും. രണ്ടാമത്തത് ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയും. ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് കുട്ടികളുടെ ഉയരത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് വെയിറ്റ് ഉണ്ടാകുന്നില്ല, ആ ഒരു കാറ്റഗറി. അതുപോലെ തന്നെ കുട്ടികളുടെ മസിൽസ് വീക്കാവുന്നു, ഭക്ഷണത്തിൻ്റെ കുറവ് മുഖാലം പ്രശ്നങ്ങൾ മൂലം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, അതായത് ഉയരത്തിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാകുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ. മെയിൻലി എന്താണ് ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടാകുന്നില്ല, അതിനെയാണ് ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി അത്രയേ ഉള്ളൂ. അതിനുശേഷം ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഏജിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഉയരം വയ്ക്കുന്നില്ല, അതിനെയാണ് ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിന് ശേഷം ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിൻ്റെ നിരക്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതും എന്തിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്? ഇതും അണ്ടർ നൗറിഷ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ചൈൽഡ് വേസ്റ്റിങ്ങിൻ്റെയും ചൈൽഡ് സ്റ്റണ്ടിങ്ങിൻ്റെയും ഒരു റിസൾട്ടായിട്ടാണ് ചൈൽഡ് മോർട്ടാലിറ്റിയും വരുന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയസെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്, പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുമ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ സിവിയറിറ്റി സ്കെയിൽ എന്ന് പറയും. ഈ സ്കെയിൽ അടിസ്ഥാനമായിട്ട്, അതായത് ഈ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പോയിൻ്റ് ഓരോ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 9.9 താഴെ വരുന്ന രാജ്യങ്ങളെല്ലാം ലോ റിസ്ക് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത് ഹങ്കറിൻ്റെ കാര്യത്തിൽ. അതിനുശേഷം 10 മുതൽ 19.9 വരെ മോഡറേറ്റ് കാറ്റഗറി, അതുപോലെ 20 മുതൽ 34.9 വരെ സീരിയസ് കാറ്റഗറി, അതിനുശേഷം 35 മുതൽ 49.9 വരെ അലാമിംഗ് കാറ്റഗറീസ്, അതുപോലെ 50 മേളിലോട്ട് ആ റേഞ്ചിലേക്ക് പോകുന്ന സമയത്താണ് എക്സ്ട്രീംലി അലാമിംഗ് എന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിൽ കാണാൻ കഴിയുന്നുണ്ട്, എക്സ്ട്രീംലി അലാമിംഗ് ആയിട്ടുള്ള ഒരു കൺട്രീസും ഇന്നില്ല. തുടങ്ങിയ സമയത്ത് 2006 സമയത്തൊക്കെ കൺട്രീസുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഏജൻസികൾ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം, പല ഏജൻസീസിൻ്റെ പ്രവർത്തനം മുഖാന്തരം അലാമിംഗ് എന്നൊരു സിറ്റുവേഷനിൽ നിന്ന് പല ആഫ്രിക്കൻ കൺട്രീസിനെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഏത് കാറ്റഗറി വരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സീരിയസ് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നു. അതിനുശേഷം കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, മഡഗാസ്കർ, അതുപോലെ തന്നെ യമൻ, സൊമാലിയ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് ഈ അലാമിംഗ് കാറ്റഗറിയിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആക്ച്വൽ റാങ്കിങ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം ഈ കാറ്റഗറിയിൽ ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1ാമത്തെ റാങ്ക് മുതൽ 17ാമത്തെ റാങ്ക് വരെ ആ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്, 1 മുതൽ 17 വരെ. അപ്പോൾ ഈ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് ബെലാറൂസ് എന്ന രാജ്യമാണ്. അതിനുശേഷം ബോസ്നിയ ഹെർസിഗോവ,
അതിനുശേഷം മൂന്നാമത്തെ സ്ഥാനം ബ്രസീലാണ് മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. അതിനുശേഷം നാലാമത്തെ പൊസിഷനിൽ ചൈന നിൽപ്പുണ്ട്. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള ബെറ്റർ പെർഫോമിങ് കൺട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ് നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം. ഓക്കെ, അതിനുശേഷം ബ്രിക് കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ആ കൺട്രീസിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് ബ്രസീലാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ 18 20 21 അങ്ങനെ തുടങ്ങിയ റാങ്കുകളിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് 94 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ മേളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അങ്കോള, എത്യോപ്യ, കോങ്കോ, ബർഗീനിയ ഫാസോ, ടാൻസാനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ്റെ റാങ്ക് നോക്കുന്ന സമയത്ത് 88 പാകിസ്ഥാൻ്റെ റാങ്ക് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും മേളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മ്യാൻമാറിൻ്റെ റാങ്ക് 78 റാങ്കാണ്. ഇന്ത്യയെക്കാളും വളരെ മുൻപിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ റാങ്ക് 75 റാങ്കാണ്. അതുപോലെ നേപ്പാളിൻ്റെ റാങ്ക് 73. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ റാങ്ക് 64 ശ്രീലങ്കയുടെ റാങ്ക് വന്നേക്കുന്നത്. ഇറാഖിന് വരെ 65 റാങ്കുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നൈബേഴ്സിൻ്റെ റാങ്കുകളെല്ലാം നമ്മൾ മത്സര പരീക്ഷയ്ക്കിടെ ഒരു ഒബ്ജക്റ്റീവ് വൈസിൽ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് തന്നെ ഇന്ത്യയുടെ പാസ്റ്റ് പെർഫോമൻസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഇന്ത്യയുടെ റാങ്ക് 102 റാങ്കായിരുന്നു. 2018 103, 2017 100, അതുപോലെ 2016 97, 2015 80. അതിനുശേഷം 2014 മാത്രമാണ് ഇന്ത്യ ഒരു അല്പം ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. 55 റാങ്കാണ്. 2013 63 റാങ്കാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രം ഞാൻ ഒരു 10 ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പം നൽകിയിരിക്കുന്ന ഫാക്റ്റിൽ നിന്ന് തന്നെ 60 അതിലധികമോ ചോദ്യങ്ങൾ 60 70 ചോദ്യങ്ങൾ നമുക്കിതിൽ നിന്ന് തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ്. എങ്കിലും അതിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടതിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു 10 ചോദ്യങ്ങൾ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ 2020 ഗ്ലോബൽ ഇൻഡെക്സ് റാങ്ക് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഗ്ലോബൽ ഇൻഡെക്സ് റാങ്ക് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്നാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് ഏത് വർഷത്തിലാണ് IFPRI അതായത് ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നിന്ന് പിന്മാറിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം ഇൻ വിച്ച് ഇയർ അതായത് ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ക്രൈറ്റീരിയകൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം നെയിം ദ റാങ്ക്. ചൈനയുടെ റാങ്ക് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ചൈനയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2014 ഇന്ത്യയുടെ റാങ്ക് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന ഗ്ലോബൽ ഇൻഡെക്സ് റാങ്ക് കൊടുത്തിട്ടുള്ള രാജ്യം ഏതൊക്കെയാണ്, ഏഷ്യയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിച്ച രാജ്യം ഏതാണ്, അതുപോലെ തന്നെ ചൈൽഡ് സ്റ്റണ്ണിങ്ങും ചൈൽഡ് വേസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ 2020 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം പാകിസ്ഥാൻ്റെ റാങ്ക് എത്രയാണ്. ഈ 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ഇതിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്, ഇത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അങ്ങനെയുള്ള എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.